ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ചെറുപയർ ലഡുവിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ നന്നായിട്ട് ഇഷ്ടമാകും ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചെറുപയറാണ്. 200 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെറുപയർ എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബോളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പയറിലുള്ള ഒരു പൊടിയും അഴുക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കംപ്ലീറ്റ് വെള്ളവും ഒന്ന് വാർന്നു പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ തന്നെ ഇതൊരു കടായിലേക്ക് മാറ്റാവുന്നതാണ്. പയർ കുതിരാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ വെള്ളം ഒന്ന് വാർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്ത് തുടങ്ങാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. അതുവരെ നമുക്കൊന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ നമ്മുടെ പയറിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി നല്ല രീതിക്ക് ഇതൊന്ന് വറന്ന് കിട്ടണം. ഇതിപ്പോൾ നമ്മൾ ഈ പയറിങ്ങനെ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു അല്പസമയമായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ പയറിൻ്റെ കളറൊക്കെ ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമ്മൾ വറുത്തെടുക്കണം. ഈ ഒരു സമയം വരെ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് മാത്രം മതിയാകും കേട്ടോ, കൂടുതൽ സമയം വറുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ആ പയറിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ വന്ന് തുടങ്ങും. ഇങ്ങനെ കളർ ലൈറ്റായിട്ട് മാറി തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ പയറിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് വേണ്ടത് ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ തന്നെ ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ നമ്മുടെ പയറെല്ലാം നന്നായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ ശർക്കര ചേർക്കാം. 150 ഗ്രാം അളവിലാണ് കേട്ടോ ശർക്കര ഉള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കാം. ഇനി നമ്മുടെ ഈ ശർക്കര നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉരുകി കിട്ടട്ടെ. ഒരല്പനേരം ഒന്ന് തിളച്ചപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരയെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ശർക്കര ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങണം. ഒരു നൂൽ പരുവമാകേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കര ലൈറ്റായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. കാരണം അത്യാവശ്യം പൊടിയും മണ്ണൊക്കെ ഉള്ളതാണ് നമ്മുടെ ശർക്കരയിൽ. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഞാനിപ്പോൾ ബദാമാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം കാഷ്യൂനട്ടോ അണ്ടിപ്പരിപ്പോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ബദാം ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. നമ്മുടെ ഈ ബദാമെല്ലാം നന്നായിട്ട് ഇന്നൊന്ന് ചൂടായി ഒന്ന് മൊരിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പയർ പൊടി ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് വറുത്ത് യോജിപ്പിച്ചെടുക്കാം. ഈ നെയ്യൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ പയർ പൊടിയിലൊന്ന് യോജിച്ച് കിട്ടണം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2 മിനിറ്റോളം മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ തയ്യാറാക്കിയെടുത്ത ശർക്കര പാനി നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ച് ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ ഈ ശർക്കര പാനിയും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റോളമെങ്കിലും നന്നായിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടെക്സ്ചറിലായിരിക്കും നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടാകുന്നത്. ഇതുപോലെ ഇങ്ങനെ ബോൾ പോലെ ഉരുണ്ട് വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്കിനി നേരെ തന്നെ ഇതൊരു മറ്റൊരു ബോളിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം മറ്റൊരു ബോളിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഇപ്പോൾ നമുക്ക് കൈവച്ചിട്ട് ഇങ്ങനെ ഉരുളകളാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പേരിൽ ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്കും ആ ചെറിയൊരു ചൂടോട് കൂടിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും നമുക്കിനി ഇത് ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂടുണ്ട്, എന്നാലും കുറച്ച് ഹാർഡായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു അല്പമായിട്ട് എടുത്ത് ചെറിയ ചെറിയ ഉരുളകൾ തയ്യാറാക്കിയെടുക്കാം. ചെറിയൊരു ഉരുളയാക്കി ലഡുവിൻ്റെ ഷേപ്പിന് ഞാനിതൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ഒരു ലഡു ആക്കി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ചെറുപയർ ലഡു ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 4-5 ദിവസം വരെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയും കൂടുതലായിട്ടുണ്ടാകും. പുറത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ദിവസം വരെ നമുക്ക് പുറത്തും സൂക്ഷിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒരു ലഡു വീട്ടിൽ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.